വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ പരാതിയുമായി രാഷ്ട്രീയ പാർട്ടികൾ മാനുഷിക പരിഗണന നൽകാതെ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് സിപിഐഎം പ്രതിനിധി എം വിജയകുമാർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധിയും പറഞ്ഞു. SIR അട്ടിമറിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. പരാതികൾ പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. ഒരു കണ്ടോളൻസ് പാസ്സാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ കണ്ടോളൻസിന് ഒരു ചെറിയ ഭേദഗതിയുണ്ട്. BLO എന്ന് പറയുന്നുണ്ടെങ്കിലും ആകസ്മികമായ മരണം എന്നാണ്. അങ്ങനെയല്ല ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അസ്വാഭാവികമായ മരണമാണ് ഉണ്ടായത്. അയാളുടെ പിതാവും കുടുംബാംഗങ്ങളും പറയുന്നത് മാനസിക സംഘർഷമാണ്, രാത്രി 2 മണി വരെ ഇരുന്നാലും ജോലി തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യുവാവ് ആത്മഹത്യ ചെയ്തതാണ്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. BLOയുടെ മരണം ആകസ്മിക മരണമാണ് എന്നൊറ്റ വാക്കിൽ നമ്മൾ ഒതുക്കുന്നതിന് പകരം അദ്ദേഹം നമ്മളിൽ ഒരാളായിരുന്നു. മരണപ്പെട്ട BLOയെപ്പോലെ ഒരുപാട് ആളുകൾ വർക്ക് പ്രഷറിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു നടക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ കൊടുക്കുന്ന വർക്ക് പ്രഷർ മാത്രമല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വർക്ക് പ്രഷർ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം, ഇവരാരും പ്രോപ്പർലി ട്രെയിൻഡ് അല്ല. SIRയുടെ ഉദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പൂരിപ്പിച്ച് നൽകുന്ന എല്ലാ ആൾക്കാരെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മൾ കൊണ്ടുവരും. 9th ഡിസംബർ പ്രസിദ്ധീകരിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഈ ഫോം ഫിൽ ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും ആൾ സൈൻ ചെയ്തിട്ട് തിരിച്ചു തരുവാണെങ്കിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ അത് നമ്മൾ ഉൾപ്പെടുത്തും. നമുക്ക് അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് വരെ ആസ് പെർ എക്സിസ്റ്റിംഗ് റൂൾസ് നമുക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കും. എല്ലാവരുടെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഓരോ തവണയും യോഗം വിളിക്കാറുണ്ട്. ഇപ്പോൾ എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയായ ശേഷമുള്ള യോഗമാണ്, BLOയുടെ ആത്മഹത്യയ്ക്ക് ശേഷമുള്ള യോഗമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു, എന്തൊക്കെ മറുപടികൾ വന്നു? സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ച് വാങ്ങിക്കുന്ന സമയമാണ്. ഏതാണ്ട് 70% എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചെത്തിയെന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇതിലുള്ള ചില തെറ്റുകളടക്കം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിവാര യോഗമാണ്, എല്ലാ ശനിയാഴ്ചയും യോഗം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ പറ്റൂ എന്ന് വീണ്ടും പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. BLOമാർക്ക് സമ്മർദ്ദമുണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് UDFും LDFും ഈ കാര്യത്തിൽ അനീഷിൻ്റെ ആത്മഹത്യ അടക്കം ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ കാരണം സമ്മർദ്ദം എന്തിനാണ് തിരക്കിട്ട് SIR നടപ്പിലാക്കുന്നതെന്ന് ചോദ്യം ഉൾപ്പെടെ ഉയർത്തി. അത് കൃത്യമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പൂർത്തിയാക്കും. അതിനപ്പുറത്തേക്ക് ഇതിൽ പ്രധാനമായും BJP ഉയർത്തിയ ഒരു ആരോപണമുണ്ട്. SIR അട്ടിമറിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സർവീസ് സംഘടനകൾ ഉൾപ്പെടെ അതിന് സഹായം നൽകുന്നു. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നടന്ന സമരം എന്ന ആരോപണം കൂടി ഉയർത്തുകയുണ്ടായി. ഏതായാലും പരാതികൾ ഉണ്ടായാൽ ആ പരാതികൾ കൃത്യമായി പരിശോധിച്ച് പരിഹരിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച പരാതികൾ നൽകിയ മറുപടി. വിവരങ്ങൾ നൽകിയത് റോഷിപാൽ.